കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ലോകമെങ്ങും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ചേർന്ന ഈ ഒരു വലിയ ശുശ്രൂഷ ചെയ്യുന്നത് ഓരോ ദിവസവും ടി വി പ്രേക്ഷക മീറ്റിങ്ങിലും വ്യക്തികൾ കാണുമ്പോൾ നമ്മളുടെ ഈ പ്രോഗ്രാമിലൂടെ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ അവരെ ബലപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പലരും പറയാറുണ്ട്, ബ്രദറെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സംഘടനയെ കുറച്ചുള്ള വാക്കുകൾ പറഞ്ഞു കേൾക്കുന്നില്ല, സഭകളെ കുറ്റം പറയാറില്ല, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ആചാരങ്ങളെ മോശമാക്കി പറയാറില്ല, അതാണ് ഞങ്ങളെ ഏറ്റവും ആകർഷിക്കുന്നത്. വാസ്തവത്തിൽ കർത്താവായ യേശു ഈ ലോകത്ത് വന്നത് ഒരു മതം സ്ഥാപിക്കാനോ ഒരു മതം വേറൊന്നിനേക്കാൾ നല്ലതാണെന്ന് പറയാനോ ഒന്നും അല്ലല്ലോ. യേശു വന്നത് മനുഷ്യനെ മനുഷ്യനാക്കാൻ. ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരുമാകട്ടെ, അബദ്ധത്തിൽ റിമോട്ട് ഓൺ ചെയ്ത് കണ്ടതാകട്ടെ, യേശുവെ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ ആളെ അല്ല നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നത്. മാനവജാതിക്ക് വേണ്ടി ജീവൻ കൊടുത്ത നമ്മളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹിക്കുന്ന ആ ദൈവം അവിടുന്ന് മനുഷ്യനായിട്ട് വന്ന നമ്മുടെ സമീപേ വരും. സോ ആ ക്രിസ്തുവിനെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുന്നതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും പ്രാർത്ഥിക്കണം, നമുക്കൊന്നിച്ച് ഈ യേശുവിനെ ലോകത്തിന് കൊടുക്കണം. ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുന്നവർക്ക് പ്രത്യേകം ലോകമെങ്ങും ഈ ദൈവവചനത്തിലൂടെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങൾക്ക് വേണ്ടി ഞാൻ നന്ദി പറയുക. നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യമല്ല. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തവരോട് മാത്രമല്ല, ഓരോ പ്രോഗ്രാമും സ്പോൺസർ ചെയ്യുമ്പോൾ ചെയ്യുന്നത് വലിയ കാര്യമാണ്. ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ഈ വർഷം തീരുന്നതിന് മുമ്പോ അടുത്ത വർഷം ആദ്യമോ അല്ലെ വേറെ ചിലൂടെ കൂടിയോ ഒക്കെ ഒന്ന് ചെയ്യാനൊന്ന് പ്ലാൻ ചെയ്താൽ വലിയൊരു സുവിശേഷ വേലയായിരിക്കും. കർത്താവ് അതിന് പ്രതിഫലം തരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു കൊച്ചു മോനുണ്ടായ ഒരു അത്ഭുത വിടുതൽ പറയാം. കോട്ടയത്ത് ഹെവൻലി ഫീസ്റ്റിൽ നടന്നതാണ്. ആ മോന് എക്സീമ എന്ന് പറയുന്ന രോഗം ബാധിച്ചിട്ട് അവന് ക്ലാസ്സിൽ ഇരിക്കാൻ മേല, മാസത്തിൻ്റെ ചില സമയത്ത് അതങ്ങ് കണ്ടമാനം വർദ്ധിക്കും. ആ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞത് അവൻ്റെ ഈ തുടയുടെ ഭാഗവും ഇവിടെ ഇരിക്കുന്ന ഭാഗവും മുഴുവൻ ഒരു തോല് പോലെ കട്ടി പിടിച്ച് ചില സമയത്ത് ഇത് പഴുത്ത് വ്രണമാവും, അവൻ ചൊറിഞ്ഞു പൊട്ടിക്കും. വർഷങ്ങളോളം ട്രീറ്റ് ചെയ്തു, ഒരു വിടുതലും ഇല്ലാതിരുന്ന ആ കുടുംബം. വാസ്തവത്തിൽ ഈ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയൊന്നുമല്ല അവർ മീറ്റിങ്ങിന് വന്നത്. ആ പിതാവ് ഇങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്ത് വേറൊരു പ്രസംഗം കേട്ടപ്പോൾ സന്ദർഭവശാൽ നമ്മളുടെ ഒരു പ്രോഗ്രാം കാണാനിടയായി അങ്ങനെ വന്നതാണ്. അപ്പോൾ തന്നെ തൻ്റെ വൈഫ് ചെറുപ്പം മുതലേ നല്ല കർത്താവിൽ അടുത്ത് ജീവിക്കുന്ന തൻ്റെ ഭർത്താവിനൊരു മാറ്റം വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തുമാകട്ടെ അങ്ങനെ മീറ്റിങ്ങിന് വന്നു. ഈ വൈഫും മോനുമൊക്കെ ആയിട്ട് മീറ്റിങ്ങിന് വന്നു. അപ്പം അന്ന് അവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ചയിൽ പ്രത്യേകം രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ളൊരു സെഷൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഇവൻ ഈ അപ്പനോടും അമ്മയോടും പറഞ്ഞു, അടുത്ത ആഴ്ച നമുക്ക് മുമ്പിൽ പോയിരിക്കണം. യേശു ഏറ്റവും മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ യേശുവിനോട് അടുത്തിരിക്കുന്നത്. കർത്താവ് എനിക്ക് സൗഖ്യം തരും. അപ്പോൾ ഡോക്ടർമാരെല്ലാം ഒരു 15 വയസ്സാകാതെ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞെടുത്ത് ഈ കൊച്ചു പയ്യൻ പറയുക സൗഖ്യം തരും. മാതാപിതാക്കൾ അതത്ര കാര്യമായിട്ടെടുത്തില്ല. അടുത്ത ആഴ്ചയിൽ അവർ പുറകിൽ വന്നിരുന്നു. പക്ഷേ അന്നിവിടെ ഒരു വലിയ മിറക്കിൾ നടന്നു. ഈ മോൻ ആ ആരാധനാലയത്തിൽ എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സൈഡിലായി യേശു വന്ന് നിൽക്കുന്ന കാഴ്ച കാണുക. ഇതൊക്കെ ആൾക്കാർ പറയും ഇങ്ങനത്തെ വലിയതൊക്കെ നടക്കുമ്പോൾ ഒരു ഹിസ്റ്റീരിയ പോലെ തോന്നലാന്നൊക്കെ പറയും. ഞാനും അതൊക്കെ പറഞ്ഞിട്ടുള്ളയാളാണ്. കുഞ്ഞ് കണ്ടു, യേശുവിനെ കണ്ടു, 2 കര ഉയർത്തി നിൽക്കുന്ന കാഴ്ച കണ്ടു. അവനെ അപ്പനെ അമ്മയെല്ലാം വിളിച്ചു. അവർ ശല്യപ്പെടുത്താതെ ആ മീറ്റിങ്ങിനിടെ എന്നുള്ള നിലയിൽ അവനെ തട്ടിമാറ്റി. പക്ഷെ അവൻ കാണുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് കരയാൻ തുടങ്ങി. യേശുവിൻ്റെ ആ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു കരയാൻ തുടങ്ങി.
അന്ന് രാത്രി വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ശൽക്കങ്ങൾ പോലെ ഈ ചെതുമ്പൽ പോലെ ഇത് മുഴുവൻ ഇളകി വീണു. പൂർണ്ണ സൗഖ്യമായി. ഇത് അവരുടെ വായിൽ നിന്ന് നേരിട്ട് നിങ്ങൾ കേൾക്കും. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ, അവൾ 12 വർഷമായി അവൾക്ക് രോഗമാണ്. ഡോക്ടർമാർ മുഴുവൻ പറഞ്ഞു ഇവൾക്ക് സൗഖ്യമാകത്തില്ല. മുതൽ മുഴുവൻ ചെലവിട്ടിട്ട് സൗഖ്യം വന്നില്ല. 12 years ഓഫ് ബ്ലഡ് ഇഷ്യൂ. ഒന്ന് ചിന്തിച്ച്, പ്രതീക്ഷ കൈവിട്ടു, ഇനി സൗഖ്യമാകത്തില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാളുകളായിട്ട് അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ അങ്ങ് തീരുമാനിക്കുമോ ഇനി ഇതെവിടെ പോകാൻ, ഇതെന്നും കൂടെ കാണും. ഒരു ഷുഗർ രോഗി അങ്ങനെ ചിന്തിക്കും. മദ്യപാനത്തിന് അടിമയായ ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കും. ചില പാപ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടവരങ്ങനെ ചിന്തിക്കും. കുടുംബജീവിതത്തിൽ എന്നും താളപ്പഴയായിരുന്നവർ ചിന്തിക്കുമോ ഇനി ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. പഠിത്തത്തിൽ ശരിയാകാത്തൊരു എൻ്റെ ഭാവി ഇങ്ങനെയുള്ളൂ. ഇതുപോലെ നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനോടങ്ങ് പൊരുത്തപ്പെട്ടിട്ട് ഇനി അങ്ങ് സഹിച്ചേക്കാം എന്ന് കരുതും. അങ്ങനെ ആയിരുന്ന ഈ സ്ത്രീ, അവൾ യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പലരും വന്ന് പറഞ്ഞു എനിക്ക് സൗഖ്യമായി, ഇന്നോർക്ക് സൗഖ്യമായി, മരിച്ച ആൾ ഉയർത്തു, വെള്ളം വീഞ്ഞായി. അപ്പം അവൾ ആ മനസ്സിൽ കരുതി കൂട്ടിരുന്നയോ എനിക്കിനി ഒരിക്കലും വിടുതലില്ല, ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള അവളുടെ ഐഡിയ മാറി. അവൾ പറയുകയാണ് എനിക്ക് സൗഖ്യമാകും, ഞാൻ അവനെ തൊടും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ഞാൻ അവനെ തൊടും, എനിക്ക് സൗഖ്യമാകും. ക്രിസ്തുവിൽ ഈ ഒരു ഉറപ്പും ധൈര്യവും വിശ്വാസവും വന്നോ ഏത് വിഷയത്തിനും വിടുതൽ. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. ആ മോൻ, അവൻ കേട്ടത് മുഴുവൻ ഇനി എനിക്ക് അസുഖത്തിന് വിടുതലില്ല, 15 വയസ്സാകാതെ വിടുതലില്ല. പക്ഷേ ആ കുഞ്ഞ് ഒരാഴ്ചയിൽ കേൾക്കുകയാണ് അടുത്ത ആഴ്ച ഇവിടെ രോഗസൗഖ്യ ശുശ്രൂഷയുണ്ട്. ആ കുഞ്ഞ് മനസ്സിൽ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ യേശുവിനെ കണ്ടു, തൊട്ടു, അവന് സൗഖ്യമായി. ഇന്ന് എന്നോടൊപ്പം ആ കുടുംബം ഇവിടെ ഉണ്ട്. നമുക്ക് ഈ സാക്ഷ്യം ഒന്ന് കേൾക്കാം. ബ്രദറിൻ്റെ പേര് പ്രീസ്ലി, സിസ്റ്ററിൻ്റെ പേര് പ്രിയ, അല്ലേ? പ്രിയ ആൻഡ് അമൃത്. അമൃതാണ് ഇന്നത്തെ അത്ഭുതത്തിൻ്റെ വ്യക്തി. മോനൊരു അത്ഭുത സൗഖ്യം, യേശുവിനെ നേരിട്ട് കണ്ട് സൗഖ്യം മേടിച്ചിട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന സൗഖ്യങ്ങൾ പറഞ്ഞറിയിക്കാൻ മേലാത്ത അത്ഭുതമാണ് നടക്കുന്ന. ആ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നമ്മൾ പ്രാരംഭമായിട്ട് കേൾക്കാൻ പോകുന്നു. അപ്പോൾ ഈ മോനെ എക്സീമ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു, എന്നാ തുടങ്ങി? അവൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള ഒരു 5-6 മാസം ഉള്ളപ്പോൾ തൊട്ടുണ്ട്. അപ്പം അന്നേരം തൊട്ട് നമ്മൾ പല ഡോക്ടേഴ്സ്, ആദ്യം പീഡിയാട്രീഷ്യനെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കൂടി വരുമ്പോൾ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു 10-15 വയസ്സ് വരെ ഇത് കാണും. അപ്പോൾ അത് ഈ ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് വല്ലാതെ ചൊറിഞ്ഞു പൊട്ടുമൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയം ചെയ്യാനായിട്ടൊരു മരുന്ന് തരും. അത് കഴിയുമ്പോൾ അതങ്ങ് മാറും. ഇത് ഭയങ്കരമായിട്ട് കൂടിയോ? ഇത് കൂടുന്ന സമയങ്ങളുണ്ട്. പക്ഷെ നോർമൽ, അവൻ്റെ സ്കിൻ നോർമൽ അല്ല. സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തടിച്ച് കിടക്കുക, പിന്നെ എപ്പോഴും അത് എപ്പോഴും തടിച്ചാണ് കിടക്കുന്ന സ്കിന്ന്. പിന്നെ ഇത് ആ പൊട്ടുന്ന ലീഷൻ വരുന്ന സമയത്ത് കംപ്ലീറ്റ് അവിടെ പൊട്ടി ബ്ലഡ് എല്ലാം വന്ന് വല്ലാത്ത രീതിയിൽ ഇരിക്കാൻ മേലാത്ത അവസ്ഥയാവും. സ്കൂളിൽ ചെന്ന് അവൻ എഴുന്നേറ്റ് നിൽക്കുമായിരിക്കും. ഇതുള്ള സമയത്ത് സ്കൂളിൽ എഴുന്നേറ്റ് നിൽക്കുമായിരിക്കും. അതുപോലെ അന്ന് വരുന്ന കൂടുന്ന സമയത്ത് നമ്മൾ പഞ്ഞി വെച്ചിട്ട് ബാൻഡേഡ് കെട്ടിവിടും. കെട്ടിയാണ് സ്കൂളിൽ വിടുന്നത്. കെട്ടിയാ സ്കൂളിൽ വിടുന്നത്. ഇത്രയും കെട്ടി പോവാ സ്കൂളിൽ പോവാം. പിറ്റേ ദിവസം വന്നിട്ട് അത് അയച്ച് വീട്ടിൽ വരുമ്പോൾ അവന് ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല, കാരണം ഡ്രസ്സ് ഇടാതെ നടക്കില്ല. അതുപോലെ ജനിച്ചിട്ട് ഇതുവരെ സോപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ പയറുപൊടി അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് വേറൊന്നും അവന് ഉപയോഗിക്കാൻ പറ്റില്ല. ചൊറിച്ചിലുണ്ട്, ചൊറിഞ്ഞാണ് ഇത് പൊട്ടുന്നത്. ഇത് ഉണ്ടായി എത്ര നാൾ കഴിഞ്ഞപ്പോൾ കണ്ടു? 6-7 മാസം തൊട്ട് ഇങ്ങനെ വേറൊരു ഡിഫറൻസ് കണ്ടു. അത് കഴിഞ്ഞ് അത് പതുക്കെ പതുക്കെ മാറി മാറി ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടുന്ന ഒരു ഇതായി. ഇപ്പം മോന് എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. അപ്പം ഇത് 10-15 വയസ്സ് വരെ കാണും. 15 വയസ്സ് വരെ കാണും. 15 വയസ്സ് കഴിയാതെ മാറാൻ പാടാണ് എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളത് ഉപേക്ഷിച്ചിരുന്നു, പറഞ്ഞത് മാറാൻ പാടാണ്, കാരണം വരും, പൊട്ടും, മരുന്ന് മരട്ടും പോകും. മരുന്ന് പറഞ്ഞാൽ അതൊരു സ്ഥിരമായിട്ടുള്ള ഇതായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടത് മാറിയായിരുന്നു. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഒരു 5-8 വയസ്സ് വരെ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ ഇവൻ്റെ പീഡിയാട്രീഷ്യൻ പറഞ്ഞു ഇനി ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യണ്ട, അത് ചൊറിഞ്ഞു പൊട്ടി അത് പുറത്തു പോകുന്ന ഒരു സ്റ്റേജ് ആയിക്കോട്ടെ, അതങ്ങ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അത് ആൻറ്റിബയോട്ടിക്സ് നിർത്തി. എന്നുവെച്ചാൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ പോകും, ഇത്രയും കണ്ടിന്യൂസ് യൂസ് ആയത് കാരണം. അപ്പോൾ അതങ്ങ് പോയി. പിന്നെ അവസാന സമയങ്ങളിലൊന്നും അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. ചില ഫുഡുകൾ നമ്മൾ
നോക്കിയിട്ട് അലർജി പോലെ വരുന്ന പോലെ തോന്നുന്ന ഫുഡ് കൺട്രോൾ ചെയ്ത് അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുമായിരുന്നു. പക്ഷെ എന്നിട്ടൊന്നും മാറ്റമൊന്നുമില്ല. ഇല്ല ഇല്ല മാറ്റമൊന്നും ഇതുകൊണ്ടൊന്നും ഒരു കൺട്രോളില്ല. ഒരു കൺട്രോളും ഇല്ല, ആരോഗ്യത്തിൽ കൺട്രോൾ. പിന്നെ ഇതുപോലെ ആന്റിബയോട്ടിക് പുരട്ടുന്ന സമയത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറുന്ന, പൊട്ടലങ്ങ് മാറുന്നേ ഉള്ളൂ. സ്കിന്ന് ഞാൻ നോർമൽ സ്കിന്നല്ല, അത് തടിച്ച് കിടക്കും. അലോപ്പതിക് മെഡിസിൻ മാത്രമേ നോക്കിയുള്ളൂ. ഇടയ്ക്ക് ഹോമിയോ പക്ഷേ യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കൂടി. ഭയങ്കര എന്ന് വെച്ചാൽ വല്ലാത്തൊരു സ്റ്റേജിലായപ്പോൾ ഹോമിയോ ഞങ്ങൾ നിർത്തി. അതിന് പിന്നെ നോർമൽ അലോപ്പതി യൂസ് ചെയ്യാൻ. ലാസ്റ്റ് ഗുഡ് ഫ്രൈഡേ അതിൻ്റെ തലയാഴ്ചയുള്ള മീറ്റിംഗ്, എൻ്റെ ഞായറാഴ്ച. അപ്പോൾ ആ മീറ്റിങ്ങിൽ ബ്രദർ പറയുന്നു അടുത്ത ഗുഡ് ഫ്രൈഡേയുടെ, ബ്രദറിൻ്റെ മീറ്റിംഗ്, അടുത്ത ഗുഡ് ഫ്രൈഡേയുടെ ടൈമിൽ സ്പെഷ്യലായിട്ട് രോഗസൗഖ്യത്തിനുള്ള പ്രാർത്ഥന ഉണ്ടാവും. നമ്മുടെ കോട്ടയത്ത് നടക്കുന്ന ആരാധന. അപ്പം അതിനുള്ള രോഗസൗഖ്യത്തിൻ്റെ സ്പെഷ്യലായിട്ട് ആരാധന ഉണ്ടാവും എന്ന് പറയുന്നു. വൈകുന്നേരം പിറ്റേ ദിവസം വീട്ടിൽ വന്നിട്ട് ഇവൻ പറഞ്ഞു അടുത്ത സൺഡേയിൽ ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതിനകത്തിനാണ്. എൻ്റെ ഈ എക്സിമ ഇല്ലേ അത് മാറണം, അത് തോമസ് കുട്ടി ബ്രദർ പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച രോഗസൗഖ്യമാണ്. അപ്പോൾ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ട് ഇരുന്നാലേ നമുക്ക് ഫ്രണ്ട് ഇരിക്കുന്നവർക്കാണ് കൂടുതൽ സൗഖ്യം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഫ്രണ്ടിലൊന്നും ഇരിക്കണ്ട, നീ നമ്മുടെ അടുത്ത് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് നിൻ്റെ മാറ്റി. നിങ്ങൾ സാധാരണ പുറയിലാണോ ഇരിക്കുന്നത്? സാധാരണ പുറയിലായിരുന്നു. അപ്പം മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ശരി എന്ന് പറഞ്ഞു. ഞങ്ങളതും വിട്ടു, ഞങ്ങൾ മറന്നു. ഫ്രൈഡേ ആയി, ഫ്രൈഡേ വന്നു. ഇപ്പോൾ നോർമൽ ഇതിൽ തന്നെ ഞങ്ങൾ ഏറ്റവും ബാക്ക് സൈഡിലൊരു സീറ്റ് ഞങ്ങൾ 3 പേരും ഇരുന്നു. ആരാധന തുടങ്ങി കുറേ നേരം കഴിഞ്ഞപ്പം ഇവൻ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. ആദ്യം ഇവൻ്റെ അമ്മയെ വിളിച്ചത്. അപ്പം അമ്മയെ വിളിച്ചപ്പോൾ അവൻ്റെ അമ്മ ദേഷ്യപ്പെട്ടുണ്ടോ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പം വിളിച്ചേച്ച് ഓരോ വർത്താനൊക്കെ പറയും. അപ്പം എനിക്കങ്ങ് ഡിസ്റ്റർബൻസ് പോലെ തോന്നി. ഞാൻ മിണ്ടാ അവിടെ ഇരിക്കുക ഒന്ന് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് അവൻ എന്നെ വിളിച്ചു. അപ്പം എന്നെ വിളിച്ചപ്പം പിന്നെ ഇത് തന്നെ പറഞ്ഞു. അപ്പം ഞാനും പറയുന്നത് അവൻ വിളിക്കുക നമ്മളെ. അപ്പം ഇവൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, കാരണം നമ്മൾ ആരാധനയിൽ മുഴുകിയിരിക്കുന്ന കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇവൻ പറയുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവൻ കരയാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ എന്തെങ്കിലും നിർബന്ധമായിരിക്കും, പുറത്ത് പോകാനോ അല്ലെ എന്തെങ്കിലും ആവശ്യം അവന് കാണോ, അതുകൊണ്ടായിരിക്കും അവന് കരയുന്നത്. ഞാൻ പറഞ്ഞ അടങ്ങിയിരിക്കാൻ പറഞ്ഞു. കുറച്ച് നേരം അവനിരുന്ന് കരഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവനൊന്നും മിണ്ടില്ല, അവൻ അവിടെ തന്നെ ഇരുന്നു. ഇപ്പം ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്നാ കൊച്ചൻ എന്നാ കരഞ്ഞെന്ന് ചോദിച്ചു. അന്നേരം അവൻ പറയുന്നേ എന്ന് പറഞ്ഞാൽ പറയാൻ അവിടെ ഒരു ഭിത്തിയിലൊരു വലിയ നിഴലുണ്ട്, കൈയും പൊക്കി നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള മുടിയൊക്കെ വെച്ച് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് മേളിൽ എങ്ങനത്തെ ഡ്രസ്സായിരുന്നു ഇങ്ങനെ താഴെ വരെ കിടക്കുന്ന ഒരു ഡ്രസ്സ്, മേളിൽ ഒരു ഭിത്തി ഒരാളിങ്ങനെ നിൽക്കുക. എങ്ങനെ നിന്നെ രണ്ട് കൈ എങ്ങനെ പൊക്കി, ഇങ്ങനെ കൈയും പൊക്കി കൈ ഒന്ന് കാണിച്ചു ഇങ്ങനെയോ? അങ്ങനെ മോൻ കണ്ടോ നമ്മുടെ നമ്മൾ ആരാധിക്കുന്ന സ്ഥലത്ത് ഭിത്തിയേൽ ഇങ്ങനെ രണ്ട് കൈയും പൊക്കി പിടിച്ച് ഒരാളിങ്ങനെ നിൽക്കുക. ഞാൻ അന്നേരം അപ്പുറത്തെ സൈഡിൽ നോക്കി ആരാണ്, അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ആരും നിൽക്കുന്നില്ല. കുറെ പ്രാവശ്യം അമ്മേനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ എനിക്ക് അറിയാൻ വരെ ഞാൻ തന്നെ കരയുക. ആരാ നിന്നെ? ആരാണെന്നൊന്നും അറിയാൻ മേല. എനിക്ക് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടുന്ന് താഴെ വരെ ഡ്രസ് ഇട്ടിട്ടുണ്ടോ? ഇവർക്ക് കാണാവുന്ന കാണുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചേ. മോൻ വിളിക്കായി നിൽക്കുന്ന ആളെ കാണുന്നുണ്ടോന്നല്ലേ? കൊറേ കഴിഞ്ഞപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ ആരും ഇല്ല. നേരിൽ മാറിപ്പോയി. യേശുവാന്ന് അന്നേരം മോന് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല, എനിക്ക് മിണ്ടായിരിക്കെ അതെന്നൊക്കെ പറഞ്ഞ് അമ്മ അവിടെ ഇരുത്തി. കുറെ കഴിഞ്ഞപ്പോ മാഞ്ഞു പോയപ്പോ എനിക്ക് മനസ്സിലായി യേശുവാണെന്ന്. മാഞ്ഞു പോയപ്പോ മനസ്സിലായി യേശു അവിടെ ഇല്ലായിരുന്നു. അതുവരെ മോൻ ഓർത്തോ ഒരാൾ വന്ന് നിൽക്കുകയെന്ന്? നിലത്തായിട്ടാണോ കണ്ടത്? നിങ്ങളോടെന്താ എന്നിട്ട് മോൻ പറഞ്ഞു? എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു അത് എന്നാന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ നിഴൽ കാണും. ഞാൻ ഇവനോട് പറഞ്ഞു അത് അപ്പുറത്ത് നിൽക്കുന്നവരുടെ നിഴലാണ്. ഉണ്ണ എന്നോട് ചോദിക്കുന്നത് അതിൻ്റെ മുകളിൽ കാണുന്ന ആരാ? അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ പറഞ്ഞു നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക.
എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്തായപ്പോൾ കാശ് ശരിക്കും കരയുക. ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അന്നേരം മോൻ എന്തുകൊണ്ടാണ് കരയുന്നത്? എനിക്കറിയാൻ പറ്റില്ല, തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുക. വെള്ളം വരിക. ഈ വന്ന് നിന്നയാൾ വല്ലതും പറയുകയോ അങ്ങനെ വല്ലതും ചെയ്തോ? ഒന്നുമില്ല, കൈ ഉയർത്തി കൈ പൊക്കി ഇങ്ങനെ നിൽക്കുക. നമ്മൾ ആരാധന നല്ല നല്ല ശരിക്കോടെ നടന്നുകൊണ്ടിരിക്കുന്ന പീക്ക് ടൈമാണ്. അപ്പം ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇവൻ ഇത് കറക്റ്റായിട്ട് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയത്. അതായത് ഞങ്ങൾ ദൈവമേ നമ്മൾക്കൊന്നും നോക്കിയില്ല, നമുക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി ഇരിക്കുക. അച്ഛൻ കഴിഞ്ഞപ്പോൾ ഇവൻ ഓടി കഴിഞ്ഞാൽ അച്ഛൻ ഈ വരാൻ പറഞ്ഞു. എന്നാ നോക്കുമ്പോൾ അവൻ്റെ ഈ ആ സ്കിന്നുണ്ടല്ലോ അതിങ്ങനെ മീനിൻ്റെ നമ്മൾ സ്കെയിൽസ് ഇങ്ങനെ പൊളിഞ്ഞു പോകത്തില്ലേ എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞിങ്ങനെ പോകുന്നു. പൊളിഞ്ഞു പോകുന്നു. മൊത്തം പൊളിഞ്ഞു അന്ന് വൈകിട്ട് പൊളിഞ്ഞു പോകുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ. നോർമൽ സ്കിൻ, സോഫ്റ്റ് ആൻഡ് നോർമൽ. അന്നേരമാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഇവൻ കണ്ടു എന്നുള്ള കാര്യം. ഇവൻ പറഞ്ഞ കാര്യം സത്യമാണ്. അതിന്റെ സീരിയസ്നെസ് എന്താണെന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അന്നേരം ഈ ആരാധന സ്ഥലത്ത് മോനത് പറയുമ്പോൾ പ്രാർത്ഥനയാണോ? ആരാധന നടക്കുക, പാട്ടുപാടി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. രോഗസൗഖ്യത്തിന് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇവൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവനോട് പറയുന്നത് മിണ്ടാതെ അവിടെ നിന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി ലാസ്റ്റ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ടൈം ഉണ്ടല്ലോ, ആ ടൈമായിരുന്നു. അപ്പോൾ അന്ന് അതുകൊണ്ടാണ് ഇവൻ 2-3 പ്രാവശ്യം നമ്മളെ ശല്യപ്പെടുത്തി വിളിച്ചപ്പോഴും നമ്മൾ അവനെ മൈൻഡാതെ ഇരുന്നതിൻ്റെ റീസൺ അതാണ്. അപ്പം ഞങ്ങൾ ഇവൻ കഴിഞ്ഞ ഞായറാഴ്ച അതിന് മുമ്പത്തെ ഞായറാഴ്ച അവൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ മറന്നുപോയി. ഞങ്ങളതെല്ലാം മറന്നുപോയി. പക്ഷെ മോൻ പറഞ്ഞു എനിക്ക് മുമ്പിൽ പോയിരിക്കണം, അവന് മുമ്പിൽ പോയിരിക്കണം. അതിനകത്ത് ഒരാളുടെ ആഗ്രഹം അനുസരിച്ചാണല്ലോ കർത്താവ് പ്രവർത്തിക്കുന്നത്. ഇത്രയും വർഷം ആയത് കാരണം ഞങ്ങളതൊരു കാര്യമായിട്ട് സീരിയസ് ആയിട്ടുള്ളൊരു ഇതായിട്ട് എടുത്തിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ മാറും. ആ ഒരു 5 വയസ്സാകുമ്പോൾ മാറും. അതായത് അതൊരു നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി. കാരണം ഇടയ്ക്ക് ഇത് പൊട്ടും, നല്ല മരുന്ന് വാങ്ങിക്കും, അത് കഴിക്കും, അതങ്ങ് മാറും. പിന്നെ അന്ന് ഈ മോനി ലീഷൻസും ഇങ്ങനെ സ്കെയിൽ പോലെ ആ സമയത്ത് ഇല്ല. ആ സമയത്ത് അല്ലെ നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ പൊട്ടുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ട്. അല്ലാത്ത സമയത്ത് സ്കിന്നുണ്ട്, പക്ഷെ നോർമൽ സ്കിന്നല്ല, കട്ടിയായിട്ട് കിടക്കുക. സ്കിൻ അങ്ങനെ കട്ടിയായി കാണാം. ഒരു പൊട്ടിയ ഭാഗത്ത് നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരു നോർമൽ സ്കിൻ. ഞാൻ ഇവൻ ജനിച്ചിട്ട് ഇതുവരെ അവന്റെ ആ പുറത്തെ ഭാഗത്ത് നോർമൽ സ്കിൻ ഞാൻ കണ്ടിട്ടില്ല. നോർമൽ സ്കിൻ ഇപ്പോഴാണ്. അന്ന് വൈകിട്ട് ഈ പൊളിഞ്ഞു പോയത് എന്തുവാ? പൊളിഞ്ഞു പോയ അത് നമ്മളിപ്പം പാമ്പിന്റെ പഴം പൊളിക്കുന്ന പറഞ്ഞ പോലെ ആ അത്രയും ഭാഗം ഇങ്ങനെ പൊളിഞ്ഞങ്ങ് പോരുമായിരുന്നു. ഡാൻഡ്രഫ് ഒക്കെ പോരുന്ന പോലെ അത് ശരീരം മുഴുവനും പോയോ? അതോ കാലിന് ഇവിടുന്ന് ഇത്രത്തോടെ വരെയാണുള്ളത്. അവിടെയായിരുന്നോ ഏറ്റവും കൂടുതലായിട്ട്? ആ ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ, പുറത്തോട്ടൊന്നും വരത്തേയില്ല. അത്രയും ഭാഗത്ത് അതുകൊണ്ടാണ് ഇരിക്കാൻ മേല. അപ്പൊ അവിടെ നിന്നാണ് ഇത് പൊളിഞ്ഞു പോയത്. പൊളിഞ്ഞു പോയിട്ട് അന്ന് തന്നെ നോർമൽ സ്കിന്നായി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എത്ര നാളായി സൗഖ്യമായിട്ട്? ഇപ്പൊ എത്ര മാസമായി? 2 മാസം. മാർച്ച് അവസാനമല്ലായിരുന്നു. മറ്റേത് ഈ സമയത്തിനിടെ പിന്നെ പലതവണ പ്രാവശ്യം വരും. കൂടുതൽ ബുദ്ധിമുട്ടാവും, മുറിവുണ്ടാവും, ആന്റിബയോട്ടിക്, അങ്ങനെ അതിങ്ങനെ ഒരു റൊട്ടീൻ. ഇതിനോടെ പലതും നടക്കേണ്ട സമയം കഴിഞ്ഞു. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവനാ. ഉറച്ച വിശ്വാസി. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവനോട് ചെന്ന് ഞങ്ങൾ പറയും, എന്തിനാ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്? ഞങ്ങളെ വഴക്ക് പറയും. ബ്രദറിന്റെ ആ എന്നാ പറയുക, കർത്താവിലേക്ക് വന്ന കാര്യം എന്നോടൊന്ന് ചെറുതായിട്ട് പറഞ്ഞായിരുന്നല്ലോ. സിസ്റ്റർ കുഞ്ഞുനാൾ മുതലേ യേശുവിലാണ്. പക്ഷെ ബ്രദറിന്റെ മാറ്റത്തിന് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനിങ്ങനെ യൂട്യൂബിൽ എപ്പോഴും സെർച്ച് ചെയ്യും, ഇവിടെ പ്രസംഗങ്ങളൊക്കെ സെർച്ച് ചെയ്യും. ഒരു ദിവസം സജസ്റ്റഡ് വീഡിയോ എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു വീഡിയോ, അത് ബ്രദറിന്റെ പ്രസംഗം, നമ്മുടെ ഇവിടുത്തെ ഒരു TV പ്രോഗ്രാം. അതെല്ലാം യൂട്യൂബിലാണ് ഞാൻ കാണുന്നത്. ഞാൻ TV അങ്ങനെ കാണാറ്. അപ്പം ആ സജസ്റ്റഡ് വീഡിയോ എന്ന് വെച്ചുള്ളത് അത് ഞാൻ കാണും ആദ്യമായിട്ട്. അപ്പം ആ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഹെവൻലി ഫീസ്റ്റ്. അപ്പോൾ 100% ആ അർത്ഥത്തിന് ഇതായിട്ട് ഒരു നല്ലൊരു ഫുഡ് കഴിച്ച അത്രയ്ക്ക് നമ്മൾ എന്തെങ്കിലും നല്ല ഫുഡ് കഴിച്ച അത്ര നമ്മൾ തൃപ്തി വരത്തില്ല. അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പോകുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആൾക്ക് ഞാൻ പണ്ടോട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ വഴക്ക് പിടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കും. ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഒരു ഇത് വേണം എന്ന് വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അന്ന് കേട്ട ആ വചനം ഒരു വിരുന്ന് കഴിക്കുന്ന പോലെ തന്നെയായി. വിരുന്ന് കഴിക്കുന്ന പോലെ, ശരിക്കും വിരുന്ന് കഴിക്കുന്ന പോലെ. അപ്പോൾ അന്നത്തെ അത് കാണുന്നു. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് എനിക്ക് ഇവിടുത്തെ ഒരു TV പ്രോഗ്രാം, അല്ലെ അവിടുത്തെ ഒരു പ്രോഗ്രാം കാണാതെ ഞാൻ അത് സബ്സ്ക്രൈബ് ചെയ്തു.
വീഡിയോ, അപ്പോൾ പുതിയ വീഡിയോസ് എല്ലാം എനിക്ക് കിട്ടും. അപ്പോൾ പഴയ വീഡിയോസ് എല്ലാം കാണും. ദിവസവും ആ ഒരെണ്ണം കാണാതെ ഞാൻ കിടക്കാതായി. ദിവസവും കാണും. അപ്പോൾ അങ്ങനെ കുറേ നാൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നൽ, എന്നാൽ നേരിട്ടൊന്ന് പോയി കാണാം എവിടെ ആയത്. വെബ്സൈറ്റ് നോക്കി, ടൈം നോക്കി, ഒരു ഫ്രൈഡേ ഞാൻ ആദ്യമായിട്ട് വരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് കുറച്ച് കടവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫ്രൈഡേ വന്നു, സെക്കൻഡ് ഫ്രൈഡേ വന്നു, തേർഡ് ഫ്രൈഡേ വരാൻ പറ്റിയില്ല. ഫോർത്ത് ഫ്രൈഡേ ഞാൻ വരുമ്പം എൻ്റെ കടങ്ങളെല്ലാം തീർന്നിട്ടാണ് ഞാൻ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവരായിട്ട് വരാൻ തുടങ്ങി. സ്ഥിരം ഞങ്ങളൊരു റൊട്ടീനായി. അപ്പം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വന്നു, ചില ആഴ്ചകൾക്കകം തന്നെ മോന് സൗഖ്യം കിട്ടി. അപ്പോൾ മോൻ ഇങ്ങോട്ട് പറയുകയാണ് അടുത്ത ആഴ്ച മുമ്പിൽ പോയിരിക്കണം. അതെ, അവനിങ്ങോട്ടാണ് പറഞ്ഞത് അടുത്ത ആഴ്ച മുമ്പ് പോയിരിക്കണം കാര്യങ്ങളൊക്കെ. ഓ സ്തോത്രം. മോന് വലിയ വിശ്വാസമോ അല്ലേ? യേശുവിനെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ആ കറക്റ്റ് അവസ്ഥ കണ്ട ഒരാൾക്ക് ഇവൻ്റെ ടീച്ചേഴ്സിനൊക്കെ അറിയാം. കാരണം അവർ ഇതിന് കൂടുന്ന സമയത്ത് ഇവൻ എഴുന്നേറ്റ് നിൽക്കുക, ക്ലാസ്സിൽ അവൻ ഇരിക്കത്തില്ല. വല്ലാത്ത അവസ്ഥയാണ്. അവർക്കൊക്കെ ഇത് കണ്ടിട്ട് ഒരു അത്ഭുതമായിരുന്നു. ഈ സൗഖ്യമായി കഴിഞ്ഞ ടീച്ചേഴ്സിനെ കാണിച്ചു. ഇവളവിടുത്തെ ടീച്ചറാണ്, ഇവളവിടുത്തെ ടീച്ചർ. ഞാനും ലൂർദിലെ തന്നെ ടീച്ചറാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് അവധിക്ക് പോയപ്പോൾ ഞാനിങ്ങനെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. മറ്റു ടീച്ചേഴ്സും പറഞ്ഞു ശരിക്കും മറക്കളാണ്. യേശുവിൻ്റെ ഒരു വലിയ മറക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ. കേട്ടില്ലേ? ആ കൊച്ചുമോൻ ആ മീറ്റിങ്ങിന് വന്നേച്ച് പോയപ്പോൾ തന്നെ മാതാപിതാക്കളോട് പറയുകയാണ് അടുത്ത ആഴ്ച മുമ്പിൽ പോയിരിക്കണം. യേശു അടുത്തിരിക്കുമ്പോഴാണ് സ്പർശിക്കുന്നത്. അപ്പോൾ അവൻ അപ്പോൾ തന്നെ സൗഖ്യം തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ആ രക്തസ്രവക്കാരി സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി 12 വർഷമായി രോഗമായി, രക്ഷയില്ല. പക്ഷെ അവളുടെ ഉള്ളുകൊണ്ട് അവൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. ഞാൻ അവനെ തൊടും, എനിക്ക് സൗഖ്യം വരും. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവൾ സൗഖ്യമായി വാസ്തവത്തിൽ, യേശുവിനെ തൊടുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെയാണെങ്കിൽ ചിലരിൽ നിന്നൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. എൻ്റെ മദ്യപാനം മാറും, ഞാൻ പാപിയായി ഇരിക്കത്തില്ല, ഇനി നരകമല്ല, എനിക്ക് നിത്യജീവൻ ലഭിക്കും, എൻ്റെ ആ രോഗം മാറും, എൻ്റെ ഭർത്താവ് രൂപാന്തരപ്പെടും. ഈ യേശുവിന് കഴിയാത്ത ഒന്നുമില്ല. വിശ്വാസം വന്നോ? വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ഈ അത്ഭുത സാക്ഷ്യത്തിനായി സ്തോത്രം. കർത്താവ്, ഈ കുഞ്ഞിനെ സൗഖ്യമാക്കിയ കർത്താവ്, അവിടുത്തെ അത്ഭുത കരം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും നീട്ടിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവ്, അമൃത് മോൻ്റെ ആ എക്സീമ രോഗം സൗഖ്യമാക്കിയ അതേ യേശുവിൻ്റെ കരം എല്ലാ സ്കിൻ ഡിസീസസും ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രതീക്ഷയില്ല, ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞത് സൗഖ്യമാകട്ടെ. വർഷങ്ങളായ ബ്ലഡ് ഇഷ്യൂകൾ, ക്യാൻസർ രോഗങ്ങൾ, ഹാർട്ട് ബ്ലോക്കുകൾ, കർത്താവ് ശരീരത്തിനകത്തും പുറത്തും ആന്തരിക അവയവങ്ങൾക്കും പല പ്രയാസങ്ങൾ, രോഗങ്ങൾ അനുഭവിക്കുന്നവർ, രക്ഷയില്ല എന്ന് മനസ്സിൽ കയറിക്കൂടിയ ചിന്ത മാറി യേശുവിൻ്റെ നാമത്തിൽ രക്ഷയുണ്ട്, വിടുതല ഉണ്ട് എന്നിപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഉറയ്ക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യം കൽപ്പിക്കുന്നു. രോഗബന്ധനം അഴിയട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം, തൃക്കരം നീട്ടിയതിനായി സ്തോത്രം. എല്ലാ പൈശാചി ബന്ധനങ്ങളെയും ഞാൻ ശാസിക്കുന്നു. കർത്താവ്, രൂപാന്തരങ്ങൾ കൊടുക്കണമേ. മദ്യപാനങ്ങൾ മാറട്ടെ. മറ്റെല്ലാ വഴികളിലും രൂപാന്തരം ഉണ്ടായി മക്കൾ വിടുതലാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വലിയ വിടുതലുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച വിടുതലുകൾ ഞങ്ങളെ ഒന്ന് വിളിച്ചറിയിക്കണം. വലിയ ഉത്സാഹവും സന്തോഷവുമായിരിക്കും. യേശു ജീവനോടെ ഉണ്ട്. കർത്താവ് നിങ്ങളുടെ കൂടെ ഈ ദിവസം മാത്രമല്ല അടുത്ത ദിവസങ്ങളിലും യേശു കൂടെയുണ്ട്. സന്തോഷിച്ച് തുള്ളിച്ചാടി എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയാട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.